ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ താറാവിനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു, പക്ഷെ എന്നാലും അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട്, കണ്ടാ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ താറാവൂട്ടനെ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മിക്സ് കണ്ട ഏകദേശമൊക്കെ ഉണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറാവൂട്ടൻ്റെ ഇതുപോലെ ആയിട്ടുണ്ട്. നോക്കി നല്ല ക്ലീൻ ചെയ്തതല്ല, സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം കുറച്ച് ഉപ്പിടാം. എന്നിട്ട് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ല. അപ്പോൾ നമ്മുടെ താറാവൂട്ടൻ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ താറാവിലേക്ക് ചേർക്കാനുള്ള മസാലയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇത് സാധാരണ പൊടിക്കാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട് അതിലേക്ക്. കുരുമുളക് എല്ലാ സാധനങ്ങളും ഉണ്ട്, കണ്ട ഏലക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്, ജീരകം എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ചീനിച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കും. ഓക്കെ, മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. താറാവിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക് പരിപാടി തന്നെയാണ്. ഇപ്പോൾ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് വെക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എന്നാലും താറാവെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നാലും കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നല്ലോണം ഒന്ന് റെഡിയായിട്ട് വന്നു. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ, ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുവിധം ഇതുപോലെ തന്നെ വാടി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് ഇതിലേക്ക് ഇടും. അപ്പോൾ ഏകദേശം സവാള നമ്മൾ ഇട്ട പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഈ ഒരു ഭാഗത്തിലാവണം, കറക്റ്റായിട്ട് കരിഞ്ഞു പോരുത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരെ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഏകദേശം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടേക്കണേന്, എന്നാലും ഒരു ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ച ഈ മസാലക്കൂട്ടാണത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗരം മസാല പൊടിച്ച് നാടൻ രീതിയിൽ പൊടിച്ചെടുത്താണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സാധനം കറക്റ്റാണെങ്കിൽ മാത്രമാണ് ആ താറാവ് റോസ്റ്റ് കറക്റ്റാവുള്ളൂ. ഇത്ര മസാലയാണ് ചേർത്തേക്കുന്നത്. ഒരുപാട് മസാലകളും അണ്ണി കണ്ട സാധനങ്ങളും ഒന്നും ചേർക്കണ്ട, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആവണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ഇത് ചേർക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തേങ്ങാപ്പാലേ ഉള്ളൂ, 2ാം പാൽ 3ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒറ്റ രീതിയിലുള്ള പാലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ വേവിച്ചിട്ടുണ്ട്. അതാ ഇതുപോലെ വറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പാലും മസാലയൊക്കെ ചേർക്കാം, ഒരു ഗ്രേവി കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ഇത് വേവിക്കാത്തതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ വേവിച്ച് വെച്ചാൽ നേരത്തെ ഉപ്പിൽ വെച്ചാൽ താറാവ് കിട്ടാൻ ഇതിലേക്ക് പോകുന്നത്. ഇത്തിരി വെള്ളമുണ്ട്, അതൊക്കെ വറ്റി റോസ്റ്റായി വരും. അപ്പോൾ ആ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് വേഗം ചെയ്യും. ഇതിൻ്റെയൊക്കെ ഒരു നെയ്യുണ്ട്, താറാവിൻ്റെയൊക്കെ നെയ്യൊക്കെ ശരിക്കും നല്ലോണം കയറി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടതേണ്ട. കറക്റ്റ് ഒരു ഏകദേശം 10 മിനിറ്റോളം നമ്മൾ
നമ്മളെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെറുതെ നമ്മൾ വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടിരിക്കരുത്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഉരുളക്കിഴങ്ങ് എടുക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. എൻ്റെ അമ്മ സൂപ്പറാണ്, അടിപൊളി സാധനമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് റെഡിയാക്കി കഴിച്ചു നോക്ക്. അപ്പോൾ താറാവ് റോസ്റ്റ് അടിപൊളിയാണ്, നിങ്ങൾ കണ്ടുകൊടുക്കുക. ഇങ്ങനെ ഇരിക്കും താറാവ് റോസ്റ്റ് കട. നെയ്യൊക്കെ തെളിഞ്ഞിങ്ങനെ വരണം, അല്ലാണ്ട് ഒരുപാട് ചാറ് പാടില്ല കട. നല്ല ഇതുപോലെ ഇരിക്കണം, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് ഉപ്പൊന്നും കൂടുതലൊന്നുമില്ല, കറക്റ്റാണ്. എരിവും കറക്റ്റാണ്. നമുക്ക് കുരുമുളക് പൊടി ഒന്നും പ്രത്യേകിച്ച് ഇടേണ്ട കാര്യമില്ല. എല്ലാം കൂടി ഇട്ട് പൊടിച്ച മസാലയും നമ്മൾ നേരത്തെ കാണിച്ചത് അടിപൊളിയാണ് കണ്ട മക്കളെ. ഇത് നോക്കും മക്കളെ, ഇത് കഴിച്ച് നോക്കുന്ന അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് എൻ്റെ പൊന്നും മക്കളെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടെ കൂടിക്കോ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നമ്മളെ കൂടെ പറ്റണ പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.